ശക്തമായ സാമ്പത്തിക പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പ്പാണ് ഇന്ത്യയും യുകെയും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിൽ അന്തിമമായ കരാർ പ്രധാന വികസിത സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ നടത്തുന്ന ഇടപെടലിൽ സുപ്രധാന നാഴികക്കല്ലാണ്. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയലും UK വ്യാപാര വാണിജ്യ സെക്രട്ടറി ശ്രീ ജൊനാഥൻ റെനോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ വെറുമൊരു സാമ്പത്തിക പങ്കാളിത്തത്തെക്കാളുപരി പങ്കിട്ട അഭിവൃദ്ധിക്കുള്ള ഒരു രൂപരേഖ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. സാമ്പത്തിക സംയോജനം ശക്തിപ്പെടുത്താൻ രാജ്യം കൈക്കൊള്ളുന്ന പങ്കാളിത്ത പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ലോകത്തെ നാലാമത്തെയും ആറാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകളെന്ന നിലയ്ക്ക് ഇന്ത്യയും യുകെയും തമ്മിലെ ഉഭയകക്ഷി ഇടപെടലിന് ആഗോള സാമ്പത്തിക പ്രാധാന്യമുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷം UK ഉണ്ടാക്കിയ ഏറ്റവും വലുതും സാമ്പത്തികമായി പ്രാധാന്യമുള്ളതുമായ വ്യാപാര കരാറാണിതെന്ന് UK പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. It is good for consumers because it will bring down prices on Indian goods in the United Kingdom, like clothes, shoes and food, and it will deliver benefits for the long term. It will add about £4.8 billion to the UK economy every year and £2.2 billion to wages and hundreds of millions of pounds to regions and nations up and down the United Kingdom. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലെ ഏകദേശം $56 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം 2030 ഇരട്ടിയാക്കാനാണ് സംയുക്ത ലക്ഷ്യം. യുകെയിലേക്കുള്ള ഇന്ത്യയുടെ 99% കയറ്റുമതിയും CETA വഴി വലിയ തോതിൽ നികുതിരഹിതമാകുന്നതോടെ ഏതാണ്ട് മുഴുവൻ വിപണിയെയും ഇത് ഉൾക്കൊള്ളും. തുണിത്തരങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തുകൽ, പാദരക്ഷകൾ, കായിക സാമഗ്രികൾ, കളിപ്പാട്ടങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിലാളി കേന്ദ്രീകൃത വ്യവസായങ്ങൾക്കും എഞ്ചിനീയറിംഗ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, വാഹന ഘടകങ്ങൾ, ജൈവരാസവസ്തുക്കൾ തുടങ്ങി അതിവേഗം വളരുന്ന ഇതര മേഖലകൾക്കും കരാർ പുതിയ അവസരങ്ങൾ തുറക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തിയായ സേവന മേഖലയ്ക്കും വിശാല നേട്ടങ്ങൾ ലഭിക്കും. IT അധിഷ്ഠിത സേവനങ്ങൾക്കും സാമ്പത്തിക നിയമ സേവനങ്ങൾക്കും വിദഗ്ധ വിദ്യാഭ്യാസ സേവനങ്ങൾക്കും ഡിജിറ്റൽ വ്യാപാരത്തിനും കരാർ കൂടുതൽ വിപണി ലഭ്യത ഉറപ്പാക്കുന്നു. ആർക്കിടെക്റ്റുകൾ, എഞ്ചിനീയർമാർ, പാചകക്കാർ, യോഗ പരിശീലകർ, സംഗീതജ്ഞർ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് പ്രയോജനകരമാണ് ലളിതമായ വിസ നടപടിക്രമങ്ങൾ. ഇരട്ട സാമൂഹ്യ സുരക്ഷാ നിക്ഷേപ ഉടമ്പടി സംബന്ധിച്ച് ഇന്ത്യ തത്വത്തിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ CETA വഴി വ്യാപാരത്തിന്റെ തോതിലെ ഗണ്യമായ വർധനയും തൊഴിലവസര സൃഷ്ടിയും കയറ്റുമതി വികസനവും പ്രതീക്ഷിക്കുന്നതിനൊപ്പം ഇന്ത്യയും യുകെയും തമ്മിലെ ആഴമേറിയതും കൂടുതൽ സുസ്ഥിരവുമായ സാമ്പത്തിക ബന്ധത്തെ കരാർ പിന്തുണയ്ക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു.